ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ആത്മഹത്യാ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ 1,00,000 ജനങ്ങളിൽ 28.5 ആത്മഹത്യകൾ നടക്കുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 4-ാം സ്ഥാനത്താണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥാനം. 2022 10,162 ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ 15 മടങ്ങ് ആളുകൾ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയതായിട്ടും കാണാം. നല്ലൊരു ശതമാനം ആത്മഹത്യകൾ കൗമാരപ്രായക്കാരിലും വയോജനങ്ങളിലുമാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രായക്കാർ കൂടുതൽ ആത്മഹത്യക്ക് വിധേയരാകുന്നത്? സാമൂഹികമായിട്ടുള്ളൊരു വിച്ഛേദനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് കൗമാരപ്രായക്കാരും വയോജനങ്ങളും. ഇന്നത്തെ കൗമാരപ്രായക്കാർ പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒരു 30 വർഷത്തിന് മുൻപുള്ളൊരു കൗമാരപ്രായക്കാരന് ജീവിതത്തിൽ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യം വേണമായിരുന്നു. മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് മാത്രമേ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സന്തോഷം കണ്ടെത്താം എന്നുള്ളത് ഒരർത്ഥത്തിൽ അനുഗ്രഹമാണെങ്കിലും മാനസിക ആരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ അടിമത്തം, ദീർഘനേരം ഈ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരിക, എന്തെങ്കിലും കാരണവശാൽ കണക്ഷൻ ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം വന്നാൽ ഉറക്കക്കുറവും അമിതമായ ദേഷ്യവും ഉത്കണ്ഠയും സങ്കടവും ഒക്കെ തോന്നുന്ന അവസ്ഥ വരിക, ഇതൊക്കെ കൗമാരപ്രായക്കാരുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. ജീവിതത്തിലൊരു പ്രയാസമുണ്ടായാൽ അത് തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഒരുപാട് കൗമാരപ്രായക്കാർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എന്തും തുറന്നു പറയാവുന്ന സുഹൃത്തുക്കൾ കുറവാണ്. മാതാപിതാക്കളുമായിട്ടുള്ള അവരുടെ ബന്ധം അത്ര ആരോഗ്യകരമല്ല. അധ്യാപകരടക്കം മുതിർന്നവരോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈ സാമൂഹ്യമായ ഒറ്റപ്പെടൽ പലപ്പോഴും മാനസിക സംഘർഷം പരിഹരിക്കാൻ മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ നയിക്കുകയും പലർക്കും വിഷാദം, അമിത ഉത്കണ്ഠ, ലഹരി അടിമത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ വരികയും ഇതൊക്കെ തന്നെ പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വയോജനങ്ങളിലും സമാനമായൊരവസ്ഥയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചാൽ പല പ്രദേശങ്ങളിലും യുവാക്കൾ ജോലി തേടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ഒക്കെ വിദേശത്താണ്. മധ്യ കേരളത്തിലെ പല പ്രദേശങ്ങളിലും വലിയ വലിയ രമ്യഹർമ്മ്യങ്ങളിൽ വയോജനങ്ങളായ ദമ്പതികൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഒറ്റയ്ക്ക് കഴിയേണ്ട സാഹചര്യം വരുന്നു. ജീവിതത്തിൽ തുറന്ന് സംസാരിക്കാൻ ആളുകളില്ലാത്തൊരു സാഹചര്യത്തിൽ പലപ്പോഴും ഇവരും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആത്മഹത്യക്ക് വശംവദരാകുന്ന സാഹചര്യം സംജാതമാകുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന അഥവാ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ആത്മഹത്യകൾക്ക് കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. വിഷാദരോഗം ചികിത്സിച്ചില്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമാകാമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എന്ന് തിരിച്ചറിയാൻ 9 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിശപ്പ് കുറയുന്ന അവസ്ഥ, ഏകാഗ്രത കുറയുന്നു, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറയുന്നു, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത എന്നിവയാണ് 9 ലക്ഷണങ്ങൾ. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എന്ന് കരുതാം. കൃത്യമായി ചികിത്സയിലൂടെ ഇന്ന് വിഷാദരോഗം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ സാധ്യമാണ്. തലച്ചോറിൽ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ചില രാസവസ്തുക്കളുടെ വ്യതിയാനം വിഷാദരോഗം ബാധിച്ച വ്യക്തികളിൽ കാണാറുണ്ട്. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങളും ഉറപ്പുവരുത്തിയാൽ വിഷാദരോഗം പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കും. വിഷാദത്തിലേക്ക് പോകാതെ നമ്മുടെ കൗമാരപ്രായക്കാരെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറുപ്രായത്തിൽ തന്നെ ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഹാർവാർഡ് സർവകലാശാല 1938 തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഹാർവാർഡ് മനുഷ്യ വികസന പഠനം പറയുന്നത് കുട്ടിക്കാലത്തും കൗമാരത്തിലും വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറ്റവും വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സഹപാഠികളുടെ ഇടയിലും അയൽവാസികളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും മറ്റ് സാമുദായിക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായും കളിസ്ഥലങ്ങളിലും ഒക്കെ കണ്ടെത്തുന്ന വ്യക്തികളുടെ ഇടയിലുമൊക്കെ കുറച്ച് സൗഹൃദങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കൗമാരപ്രായക്കാരെ പ്രേരിപ്പിക്കാം. മനസ്സ് തുറന്ന് എന്തും സംസാരിക്കാവുന്ന ചില സൗഹൃദങ്ങളുണ്ടെങ്കിൽ എന്ത് മാനസിക സമ്മർദ്ദം ഉണ്ടായാലും അവിടെ അവരോട് നമുക്ക് തുറന്നു പറയാം.
മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്, ഇക്കാര്യം ഉറപ്പുവരുത്തിയാൽ നമുക്ക് ചുറ്റുമുള്ള കൗമാരപ്രായക്കാരെ ആത്മഹത്യയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും. 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ കടന്നു പോകുന്നത്. പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് അയാളുടെ പ്രയാസമെന്ന് അന്വേഷിക്കുകയാണ് ആദ്യ പടി. രണ്ടാമത്, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു മുൻവിധികളുമില്ലാതെ ക്ഷമയോടെ അവസാനം വരെ അയാളെ തടസ്സപ്പെടുത്താതെ കേൾക്കുക. 3, തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് മാനസിക സമ്മർദ്ദമെങ്കിൽ ശരിയായ വിവരങ്ങൾ പകർന്നു കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കുക. ഈ 3 ഘട്ടങ്ങളും കഴിഞ്ഞിട്ടും അയാളുടെ പ്രയാസം മാറുന്നില്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സ തേടാനുള്ള സഹായം നൽകുക. ചികിത്സയിലൂടെ അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. 5-ാം ഘട്ടം, ചികിത്സ എടുക്കുന്ന ആളാണെങ്കിൽ പോലും ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കൃത്യമായ സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. ഈ സാമൂഹിക പിന്തുണയാണ് ആത്മഹത്യക്ക് വെമ്പി നിൽക്കുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം.